ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഫുട്ബോൾ ബ്രാൻഡായി മാറാൻ പൊട്ടൻഷ്യലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു വഴിക്ക് എത്തിച്ച ശേഷമാണ് മാഗ്ന പടിയിറങ്ങുന്നത്. അതുകൊണ്ട് വിടവാങ്ങുന്ന വേളയിൽ അവർ പ്രത്യേകം അനുശോചനങ്ങളോ ആശംസകളോ ഒന്നും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു മാനേജ്മെന്റ് വളരെ നേരത്തെ പടിയിറങ്ങി പോയിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ ഖ്യാതിയും കപ്പാസിറ്റിയും പക്ഷേ ഒരുപാട് വലുതാകുമായിരുന്നു. ഇത്രയും കാലം ക്ലബിനെ വെച്ച് ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചതല്ലാതെ ക്ലബിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള അസറ്റ്സും ജനറേറ്റ് ചെയ്യാൻ ഈ ഒരു മാനേജ്മെന്റ് ശ്രമിച്ചിട്ടില്ല. ഇവരൊരു പൊന്മുട്ടയിടുന്ന താറാവ് എന്നതിനപ്പുറം മറ്റൊന്നും ഈ ഒരു ക്ലബിനെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അഭിക് ചാറ്റർജിയുടെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കും കാര്യമായിട്ടുള്ള ആത്മാർത്ഥതയൊന്നുമില്ല. ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുമായിരുന്നു. കഴിഞ്ഞ സീസണിന്റെ കാര്യം നിങ്ങൾ എടുത്തു നോക്കാം. ഒരു ഗതിയും പരഗതിയും ഇല്ലാതായപ്പം ഇവന്മാർ അത്യാവശ്യം നല്ല നീക്കങ്ങൾ നടത്തി ടീമിന്റെ മാസീവായിട്ടുള്ളൊരു ടേൺ അറൗണ്ട് കംബാക്ക് നമ്മൾ കണ്ടു. അപ്പം പണി അറിയാഞ്ഞിട്ടല്ല, ഇവന്മാർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടത്താനുള്ള കപ്പാസിറ്റി ഉള്ളവന്മാരാണ്. പക്ഷേ ഇവന്മാരുടെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും വേറെ തന്നെയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് പാതിയിൽ വെച്ച് നടത്തിയത് പോലും വിൽപ്പന എന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ദീർഘകാലമായിട്ടുള്ള സ്വപ്നങ്ങളിലൊന്നായിരുന്നു മാഗ്നം കൺസോർഷ്യത്തിന് നീലാടിപ്പെടുത്തുന്നതിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെടട്ടെ എന്ന്. പക്ഷേ ഓപ്പറേഷണൽ ഹെഡായിട്ട് ഒരു വർഷത്തേക്ക് കൂടി ഈ പുള്ളി ഉണ്ടല്ലോ അഭിക് ചാറ്റർജി തുടരുന്നത് എത്രമാത്രം നല്ല തീരുമാനമാണ് എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ അത് നല്ലതായിരിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കരോലിസ് കിംഗ്സിന്റെ കാര്യത്തിലാണ് എനിക്ക് വേറൊരു അഭിപ്രായം. ഒരുപക്ഷെ കരോലിസ് രാജിവെക്കാതെ നല്ലൊരു സപ്പോർട്ടീവ് മാനേജ്മെന്റിൽ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് കരോലിസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരുന്നു. കാരണം കരോളിസ് ഇവിടെ തുച്ഛമായ പൈസയ്ക്ക് കൊണ്ടുവന്ന വിദേശ താരങ്ങൾ ആരും മോശമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ നോക്കുമ്പം മാഗ്നം ഇറങ്ങുമ്പോൾ നന്ദി പറയേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്ത ദ്രോഹങ്ങൾക്ക് പെരുത്ത് നന്ദിയുണ്ട്, ഇറങ്ങി പോകുന്നതിനും ഒരുപാട് നന്ദിയുണ്ട് എന്നല്ലാതെ ഹൃദയത്തിൽ തട്ടിയുള്ള സാധനങ്ങളൊന്നും അർഹിക്കുന്നില്ല. ഈ PR ഗിമ്മുകൾ ഇനി ഒരുപാട് ഇറങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവരുടെ ഒരു പണി അതാണല്ലോ. ചിലപ്പം ഹൃദയം തൊടുന്ന ഒരു വിടവാങ്ങലൊക്കെ ഇവന്മാർ എങ്ങനെയെങ്കിലുമൊക്കെ വാങ്ങിക്കുമായിരിക്കും. ഇവാനോട് ഇതൊന്നും മറന്നിട്ട്